Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഡിഷാണ് ചൂരോസ്. ചൂരോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്ത ഒരു സ്വീറ്റ് ഐറ്റമാണ്. ഇത് ഒറിജിനേറ്റഡ് ചെയ്തിരിക്കുന്നത് സ്പെയിനിൽ നിന്നാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, അല്ലാന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ഐറ്റം കൊണ്ട് തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേമാതിരി എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സ് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് അടുത്തത് നോക്കാം. ആദ്യമേ തന്നെ നമുക്കൊരു 3 മുട്ട ക്രാക്ക് ചെയ്ത് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് സ്റ്റവ് എടുത്ത് വെച്ചതിന് ശേഷം ഓണാക്കി ഒരു സോസ് പാൻ ഇതിലേക്ക് വെക്കാം. പാൻ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം, 1/2 കപ്പ് ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ 120 ഗ്രാം ബട്ടർ നമുക്ക് ഇതിലേക്ക് ഇടാം. 1/2 ടീസ്പൂൺ വാനില എസൻസ്, 2 ടേബിൾ സ്പൂൺ ഷുഗർ. നമ്മളുടെ ബട്ടർ മെൽറ്റ് ആകുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ ബട്ടർ നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ സ്റ്റവ് ഓഫാക്കി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിട്ട മൈദ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലവർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഡോയുടെ ചൂട് ഏകദേശം മാറിയിട്ടുണ്ട്. അടുത്തായി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത എഗ്ഗിൻ്റെ 1/3 നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ഒഴിച്ച എഗ്ഗ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ ബാക്കിയുള്ള എഗ്ഗും കൂടെ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗൈസ്, നമുക്ക് കാണാൻ വരെ നമ്മൾ ഒഴിച്ച എല്ലാ എഗ്ഗും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മളുടെ ഡോ ഇവിടെ റെഡിയാണ്. അടുത്തായി നമ്മൾ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളുടെ ഡോ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റാർ നോസിലാണ്. നമുക്ക് ഈ ഒരു ഡിഷ് ഉണ്ടാക്കാനും സ്റ്റാർ നോസിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്തെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായി നമ്മൾ ഒരു 1/2 കപ്പ് ഷുഗർ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ സിനമൺ പൗഡർ ഇടാം. സിനമൺ പൗഡർ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഷുഗർ നമ്മളെ ചൂരോസിന് ഡസ്റ്റ് ചെയ്യാനായിട്ട് പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായി നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കാരമൽ സോസാണ്. നമ്മളുടെ ചൂരോസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിപ്പിംഗ് സോസാണ് നമ്മളുടെ കാരമൽ സോസ്. ഇപ്പോൾ കാരമൽ സോസ് ഉണ്ടാക്കാനായിട്ട് സ്റ്റവ് എടുത്ത് വെച്ചതിന് ശേഷം ഒരു പാൻ എടുത്ത് വെച്ച് പാൻ നന്നായി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ നമുക്ക് ആഡ് ചെയ്യാം. ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഷുഗർ ഇവിടെ മെൽറ്റായി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ എത്തി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 40 ഗ്രാം ബട്ടർ ഇടാം. ബട്ടർ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിട്ട ബട്ടർ നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് ക്രീം അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് ഒഴിച്ച് വീണ്ടും നമുക്കിത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. നമ്മുടെ സോസ് ഇവിടെ നല്ല മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളുടെ ഈ കാരമൽ സോസ് നമുക്ക് പല ഡെസേർട്ടുകൾക്കും ഡിപ്പിംഗ് സോസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാരമൽ സോസ് അല്ല ചോക്ലേറ്റ് സോസ് ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ കാരമൽ സോസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായുള്ള ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. നമ്മൾ ഒഴിച്ച ഓയിൽ നന്നായി ചൂടായതിനു ശേഷം പൈപ്പിംഗ് ബാഗിലുള്ള ഡോ നമുക്ക് ഇതിലേക്ക് പൈപ്പ് ചെയ്തിടാം. പൈപ്പ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാം. നമ്മൾ ചൂരോസ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കൊരു ലാഡിൽ കൊണ്ട് ഇതെടുത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗറും സിനമൺ പൗഡറിൻ്റെ മിക്സറിലേക്ക് നമുക്കിതിടാം. ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് കാണുന്ന മാതിരി നമ്മളുടെ ചൂരസ് എല്ലാം നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഈ ഡിഷ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ്. അപ്പോൾ ഈ ഒരു പാർട്ട് നിങ്ങൾ മിസ് ചെയ്യാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എഗ്ഗ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സ്വീറ്റ്സിൻ്റെയും കൂടെ നമ്മൾ കുറച്ച് വനില എസൻസ് ആഡ് ചെയ്യണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ആ എഗ്ഗിൻ്റെ ആ ഒരു റോ സ്മെല്ല് മാറി കിട്ടാനായിട്ട് നമ്മളുടെ വനില എസൻസ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാം, പക്ഷേ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ വനില എസൻസ് സ്വീറ്റ്സിൽ എഗ്ഗ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഐറ്റംസും ഫ്രൈ ചെയ്യുമ്പോൾ, അതായത് ഡീപ് ഫ്രൈ അല്ലെങ്കിൽ ഷാലോ ഫ്രൈ, ഓയിലിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം നമ്മളുടെ ഓയിൽ നല്ല ഹൈ ടെമ്പറേച്ചറിൽ എത്തിയതിന് ശേഷം ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഡിഷിൻ്റെ നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഫൈനൽ പ്രോഡക്റ്റിനെ എപ്പോഴും നമ്മൾ നോക്കുന്നത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിരിക്കും. ആ ഒരു കളറിലേക്ക് കിട്ടാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്തതിന് മുമ്പ് തന്നെ നമ്മളുടെ ഓയിൽ നല്ല രീതിയിൽ ഹീറ്റ് ആയിട്ടുണ്ടെന്നാണ്. അത് മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ കിട്ടുവാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈസ്, അതുമാതിരി തന്നെ നമ്മളുടെ വീഡിയോയ്ക്ക് എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മളുടെ ഞാൻ ചെയ്ത വർക്കിനൊരു അപ്രീസിയേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. അത് നമ്മളുടെ ചാനലിൽ ഗ്രോ ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് നമ്മളുടെ റെസിപ്പി എത്തുവാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഓരോ ലൈക്സ് അടിക്കുക, ഇത് ഫ്രീ ആണ്. എനിവേ എല്ലാവരും ഉറപ്പായിട്ടും ലൈക്സ് അടിക്കുക. ഓക്കെ, അടുത്തായി നമുക്കിതൊന്ന് പ്ലേറ്റ് ചെയ്യാം. ആദ്യമായി തന്നെ നമ്മളുടെ കാരമൽ സോസ് സെൻറ്ററിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചൂറോസ് നമുക്ക് ഇതിൻ്റെ സൈഡുകളിൽ വയ്ക്കാം. ഗൈസ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു ഡിസേർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഓവറായിട്ടുള്ള മധുരമില്ല, എന്നാൽ കറക്റ്റ് നമുക്ക് ഒരു മീഡിയം പ്ലസ് ലെവലിലുള്ള സ്വീറ്റ്നെസ് ആണ് ഇതിനുള്ളത്. നല്ല ക്രഞ്ചി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലാണ്. നിങ്ങൾ കണ്ട മാതിരി വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലെ കിച്ചണിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മിനിമം ഐറ്റംസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്ന നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. അതുമാതിരി സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിനൊക്കെ നമ്മളുടെ റെസിപ്പികളൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഷുവറാണ് നിങ്ങൾ ഈ റെസിപ്പി ഒരിക്കലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല എന്ന്. കണ്ടിട്ടുള്ളവരുണ്ടാവാം, എന്നാലും മെജോറിറ്റി നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് നല്ല റെസിപ്പിയാണ്, ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ട്രൈ ചെയ്യുന്ന ഡിഷുകളൊക്കെ ഇടയ്ക്ക് ഒന്ന് മാറ്റി ട്രൈ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് പുതിയ പുതിയ ഡിഷസുകളൊക്കെ, നമ്മുടെ ഫേവറേറ്റ് ഡിഷുകളൊക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എനിവേ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഓരോ തംസ് അപ്പ് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുമായിട്ട് വീഡിയോസ് കാണുവാനായിട്ട് എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോ നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, അൻറ്റിൽ ഐ സീ യു വിത്ത് എ ഡിഫറെൻറ്റ് വീഡിയോ. ബൈ.